ദൈവനാമത്തിന് മഹത്വം. ബൈബിൾ സ്റ്റഡിക്കായിട്ട് കടന്നു വരുവാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. ദൈവവചനം നമുക്ക് ചേർന്ന് വായിക്കുവാനും ധ്യാനിക്കുവാനും കഴിയുന്നത്. സക്കറിയാവിൻ്റെ പ്രവചനമാണ് നാം പഠിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പായിട്ട് നാം ഒന്നിച്ച് ചിന്തിച്ചു. കഴിഞ്ഞ അവസരത്തിൽ അതിനെ പരസ്പരം ഒന്ന് ധ്യാനിച്ചു പോകുവാനും കർത്താവ് സഹായിച്ചു. ഇന്ന് അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുവാനാണ് ആഗ്രഹിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ 13 വാക്യങ്ങളാണുള്ളത്, 13 വേഴ്സസ്. അതിൻ്റെ കുറച്ച് വിഭജനങ്ങൾ ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. പ്രാരംഭമായിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാവുന്നതാണ്. 13 വാക്യങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും ആ വാക്യങ്ങൾ 1-2 വാക്യങ്ങൾ അല്ലെങ്കിൽ ഓരോ വാക്യം വെച്ച് വായിക്കാവുന്നതാണ്. 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ. Then I lifted up my eyes and looked, and behold, there was a man with a measuring line in his hand. 2-ാം വാക്യം. Where are you going? I asked. He replied, I am going to measure Jerusalem to see how wide and how long it is. എന്നാൽ എന്നോട് സംസാരിക്കുമ്പോൾ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറയുന്നത്, വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യേശുവിനെയും അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബോധം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിൽ നിന്ന് 4 കാറ്റ് പോലെ ചിതറിച്ചിരിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം. ഈ സക്കറിയാവിൻ്റെ പുസ്തകം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും മനസ്സിൽ വെക്കുന്നത് എല്ലാ അധ്യായവും പഠിക്കാൻ അത് സഹായകരമായിരിക്കും. തീർച്ചയായിട്ടും സക്കറിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം നാം ചിന്തിച്ചതാണ്. അതെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? യാഹ്വേ റിമെമ്പേഴ്സ്. അപ്പോൾ യഹോവ ഓർക്കുന്നു. അപ്പോൾ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാ അധ്യായത്തിലും ഇവിടെ ഈ പ്രവചനത്തിൽ 8 ദർശനങ്ങളാണുള്ളത്. 2 ദർശനങ്ങൾ കഴിഞ്ഞു. ഈ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ ദർശനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ദർശനത്തിൻ്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് യഹോവയുടെ ഈ ഒരു ക്വാളിറ്റിയാണ്. സക്കറിയാവിൻ്റെ വാക്കിൻ്റെ അർത്ഥമാണ് യാഹ്വേ റിമെമ്പേഴ്സ്, അല്ലെങ്കിൽ യഹോവ ഓർക്കുന്നു എന്നുള്ളത്. ഈ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ ദർശനമാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതിനെ നാം മനസ്സിലാക്കുമ്പോൾ മെഷറിങ് ജെറുസലേം, യെരുശലേമിനെ അളക്കുന്ന ഒരു ദർശനം, അതാണ് നാം ഇവിടെ കാണുന്നത്. ഈ അധ്യായത്തെ നമുക്ക് പഠിക്കുവാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി 3ആയിട്ട് വിഭജിക്കുവാൻ സാധിക്കും. ഈ 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഈ പറഞ്ഞതുപോലെ യെരുശലേമിനെ അളക്കുന്ന വിഷയമാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് 6-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ നാം കാണുന്നത് ആ ബാബിലോണിൽ നിന്ന് വേർപെടാനുള്ള ഒരു ആഹ്വാനം, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനുള്ള ഒരു ആഹ്വാനമാണ് നാം കാണുന്നത്. എന്നാൽ ആ 2-ാം അധ്യായം 10 തൊട്ട് 13 വരെ പ്രത്യേകിച്ചും നാം കാണുന്നത് ദൈവത്തിൻ്റെ ഒരു പുനഃസ്ഥാപനം,
റെസ്റ്റോറേഷൻ, അതിൻ്റെ ഗുണം എന്താണ്? നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ആ 2-3 വാക്യങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഈ വിഷയങ്ങളായിരിക്കും നാം അല്പമായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ യെരുശലേമിനെ അളക്കുന്ന വിഷയമാണ്. അവിടെ നാം വായിച്ചു ആ വാക്യങ്ങൾ. 2-ാം വാക്യത്തിൽ ടു മെഷർ ജെറുസലേം. അപ്പോൾ യെരുശലേമിനെ അളക്കുവാൻ പോകുന്ന ഒരു മനുഷ്യൻ, ആ ഒരു ദൃശ്യമാണ് ഇത്. 3-ാമതായിട്ട് ദർശനമാണ് ഇവിടെ സക്രിയാവ് കാണുന്നത്. ആ ദർശനം നാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, there is a man who is trying to measure Jerusalem. അപ്പോൾ യഹോവ അതിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, for I declares the Lord will be a wall of fire around her and I will be the glory in her midst. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. അപ്പോൾ യഹോവയുടെ അരുളപ്പാടാണിത്. യെരുസലേമിൻ്റെ ചുറ്റും അതിൻ്റെ ആകത്തുക അളന്നിട്ട്, നമുക്കറിയാം ഈ മെഷറിങ് ആരാണ് ചെയ്യുന്നത്? ഹൂ ജനറലി മെഷേഴ്സ്? നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഫീൽഡ് ഉള്ളവരാണ് ഡയറക്റ്റ് മെഷറിങ് ചെയ്യുന്നത്. നാം ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്തുനിന്ന് എന്തെങ്കിലും അളവിൽ വ്യത്യാസമുണ്ടായാൽ അവിടെ പ്രശ്നമാണ്. ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിന് പ്രശ്നമാണ്, അതിൻ്റെ അംഗീകാരത്തിന് പ്രശ്നമാണ്. അതുകൊണ്ട് ഈ അളക്കുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം ആ ബിൽഡിങ്ങിനെ കുറിച്ചും ആ സ്ഥലത്തെക്കുറിച്ചും അതിൻ്റെ ആകത്തുക പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആത്മീകമായിട്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മോടുള്ള ബന്ധം നമുക്കറിയാം. യെരുശലേമിനെ കുറിച്ച് പറയുമ്പോഴൊക്കെയും ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ പുതിയ നിയമത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ സഭയെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചും ദൈവവിശ്വാസികളെക്കുറിച്ചും നാം അതിനെ റിലേറ്റ് ചെയ്യുവാൻ ഉള്ള മനസ്സ് എപ്പോഴും നമുക്ക് കാണിക്കണം. അപ്പോൾ ഇസ്രായേലിനെ അല്ലെങ്കിൽ ജെറുസലേമിനെ അളക്കുന്ന ഒരു വിഷയം ഇവിടെ പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബൗണ്ടറീസ് അത് എന്തൊക്കെയാണെന്ന് യഹോവയായ ദൈവം അത് നിയന്ത്രിക്കുന്നു, അത് അറിയുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നാം അതിനെ ചിന്തിക്കേണ്ടത്. ഇവിടെ നാം വായിക്കുന്നത് അതിൻ്റെ 5-ാം വാക്യം നാം വായിച്ചു. അവിടെ കർത്താവ് പറയുന്നു, ഫോർ ഐ ഡിക്ലെയർസ് ദി ലോർഡ് വിൽ ബി എ വാൾ ഓഫ് ഫയർ. ഞാനൊരു തീമതിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മതില് ഉണ്ടോ? അവിടെ മതിലുകളില്ല. അവിടെ പറയുന്ന 4-ാം വാക്യം നമുക്കൊന്ന് എടുത്ത് വായിക്കാം. 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 4-ാം വാക്യം ഒന്നുകൂടെ. മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക. അപ്പോ അക്ഷരാർത്ഥത്തിൽ ദൈവം ഇവിടെ പറയുന്നത്, ദൈവാത്മാവ് പറയുന്നത് അവിടെ മതിലുകളില്ല. എന്നാൽ 5-ാം വാക്യത്തിൽ പറയുന്നത് അവിടെ ഒരു മതിലുണ്ട്. അതെന്താണ്? തീമതിലാണ്. അപ്പോ ദൈവം സ്വയം ഒരു തീമതിലായിട്ടാണ് യെരുശലേമിനെ കാക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിൽ നാം ചിന്തിച്ചാൽ, ഇസ്രായേലിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വർഷങ്ങളായിട്ട് ദൈവജനത്തെ, ആ പരിസരത്തെ ദൈവം കാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. മതിലുകൾ അല്ല അവരെ കാക്കുന്നത്, അവരുടെ ഏതെങ്കിലും ഒരു ബൗണ്ടറീസ് അല്ല അവരെ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ആ തീമതിലാണ് അവരെ സംരക്ഷിക്കുന്നത്. അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് നാം വായിക്കുന്നത് എന്താണ്? യഹോവയുടെ മഹത്വം അവിടെ അതിൻ്റെ നടുവിൽ ആയിരിക്കും. ഗോഡ്സ് ഗ്ലോറി വിൽ ബി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹെർ എന്നാണ് പറയുന്നത്. ആത്മീകമായിട്ട് ചിന്തിക്കുമ്പോൾ ചർച്ച്, നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നാം ചിന്തിച്ചാൽ നമുക്ക് മതിലുകളുണ്ടോ? ഡു വി ഹാവ് വാൾസ്? നമ്മുടെ ബ്രദറൻ സഭയ്ക്ക് എന്തെങ്കിലും മതിലുണ്ടോ? എന്തെങ്കിലും ഒരു ബൗണ്ടറീസ് നാം ആ രീതിയിൽ വെച്ചിട്ടുണ്ടോ? അങ്ങനെ നാം വെച്ചിട്ടില്ല. നാം എല്ലാവരെയും ആ രീതിയിൽ സ്വാഗതം ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രവേശനം നാം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, there is a wall of fire. ദൈവം സ്വയമാണ് അതിനെ അളന്ന് അതിനെ നിയന്ത്രിക്കുന്നത്. വാൾ ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ ദൈവം സ്വയമാണ് അതിൻ്റെ അതിരുകൾ തീരുമാനിക്കുന്നത്. ഫയർ അത് കാണിക്കുന്നത് ഹോളിനെസ്, തീയിലൂടെ കടന്നു പോകണം. നമുക്കറിയാം നമ്മുടെ സഭയിലേക്ക് പല വിഷയങ്ങൾ കടന്നു വരും, പല രീതിയിലുള്ള ആൾക്കാർ കടന്നു വരും. പലപ്പോഴും നമുക്കൊരു ആശയക്കുഴപ്പമുണ്ട്, ആരെ സ്വീകരിക്കണം ആരെ സ്വീകരിക്കേണ്ട എന്നുള്ളത്. എന്നാൽ ദൈവവചനം ഇതിലൂടെ ഒരു ആത്മീക സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, യെരുശലേമിന് ചുറ്റും ഒരു തീമതിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ സഭയ്ക്ക് ചുറ്റും, ദൈവജനത്തിന് ചുറ്റും ഒരു തീമതിലുണ്ട്. അവിടെ പ്രവേശിക്കുവാൻ ആർക്കും സ്വമേധയാ സാധ്യമല്ല. അവിടെ ദൈവത്തിന്റെ തീ കത്തുന്നുണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് ഗോഡ് ആൻഡ് ഹിസ് പ്രസൻസ്, ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഒരു തീമതിലുണ്ട്. അവിടെ ആർക്കും എന്തും പ്രവേശിച്ച് ചെയ്യുവാൻ
കഴിയുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യരായിരിക്കുന്ന നമുക്ക് ആ രീതിയിൽ ലോകത്തെ തടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിയാൽ മാത്രം മതി. വാൾ ഓഫ് ഫയർ ഈസ് ഓൾസോ വാൾ ഓഫ് ഹോളിനെസ്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 33 അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. ഐസയ ചാപ്റ്റർ 33 വേഴ്സ് 14, 15 and 16. അവിടെ നാം കാണുന്നു എങ്ങനെയാണ് തിന്മയും വഷളത്വവും ഒക്കെയും പ്രവർത്തിക്കുന്ന ഒരു ഭാഗവും ദൈവത്തിൻ്റെ ആ വിശുദ്ധി, ദൈവത്തിൻ്റെ തീയുടെ മതിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 14, 15, 16 വാക്യങ്ങൾ 33 അധ്യായം. നമ്മിൽ ആർ ദൈവത്തിന്റെ അടുക്കൽ പാർക്കും, നമ്മിൽ ആർ സത്യദേവന്റെ അടുക്കൽ പാർക്കും, നിത്യ ദേവന്റെ അടുക്കൽ പാർക്കും, നീതിയായി നടന്നു നേർപ്പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ ഒക്കെ കൈ കുറഞ്ഞു കളയുകയും രക്തപാതത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവിപൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും, അവന്റെ അപ്പം അവന് കിട്ടും. ഇത് അതിന്റെ 17 വാക്യത്തിന്റെ ആദ്യ ഭാഗം. ഇതാണ് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ വഷളത്വം പ്രവർത്തിക്കുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ വിഷയം ഇവിടെ നാം അതിന്റെ 14 വാക്യത്തിൽ കാണുന്നു. താഴോട്ട് നാം അതിന്റെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണുന്നു. അവിടെയാണ് ഫയർ ഓഫ് ഹോളിനെസ്. അവിടെ വിശുദ്ധിയുടെ ഒരു തീ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു വ്യത്യാസം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം ഇതാണ്. പലപ്പോഴും നാം ഈ സഭയിൽ മനുഷ്യരെ തടുക്കുവാൻ പല കാര്യങ്ങൾ ശ്രമിക്കും. എന്നാൽ ദൈവവചനം പറയുന്നത് നമുക്ക് ആത്മീക തീഷ്ണത ഉറപ്പാക്കിയാൽ മതി. അതിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ സഭ കത്തിക്കൊണ്ടിരുന്നാൽ മതി, ആത്മീകമായിട്ട് ചൂടുള്ളവരായിട്ട് ഇരുന്നാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തണുത്ത വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു വഷളന്, അല്ലെങ്കിൽ സഭയിൽ ചുമ്മാതെ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അവിടെ നിലനിൽക്കുവാൻ സാധ്യമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുകയാണ്. ഈ സഭയിലേക്ക് ആർക്കും കടന്നു വരാൻ ആ രീതിയിൽ മതിലുകളില്ല, അതുകൊണ്ട് കടന്നു വരാം. എന്നാൽ അവിടെ നിലനിൽക്കണമെങ്കിൽ ഈ തീയുടെ അനുഭവം അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. ഒരു ആത്മീക ഊഷ്ണം നമുക്കുണ്ടെങ്കിൽ, ഫയർ ഓഫ് ഹോളിനെസ് ഉണ്ടെങ്കിൽ, ഒരു വിശുദ്ധനല്ലാത്ത വ്യക്തിക്ക്, ഒരു ദൈവ മകളല്ലാത്ത വ്യക്തിക്ക് അവിടെ നിലനിൽക്കാൻ സാധ്യമല്ല. ഫയർ ഓഫ് ഹോളിനെസ്, അതാണ് സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ചുറ്റും അളന്ന് ആ രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ there are 2 pillars for a true church. ഒരു സത്യമായിട്ടുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള സഭയ്ക്ക് 2 തൂണുകളുണ്ട്. അത് നമുക്ക് ഈ 5-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. ഒന്ന് നാം ചിന്തിച്ചു, ഈസ് വാൾ ഓഫ് ഫയർ, ഈ തീമതിൽ. അത് നമ്മുടെ ആത്മീക നിലവാരത്തെ കാണിക്കുന്നു. നമ്മുടെ ആത്മീക നിലവാരം എത്തരത്തിലുള്ളതാണ്. അത് സത്യത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ, അതിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ അത് നടപ്പിലാക്കുന്ന ഒരു സഭയായിരിക്കണം. അതാണ് വാൾ ഓഫ് ഫയർ. അതിനെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. കർത്താവ് ഇതെല്ലാം അളന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. രണ്ടാമത് അതേ വാക്യത്തിൽ നാം വായിക്കുന്നു, ഗ്ലോറി ഇൻ ദ മിഡ്സ്റ്റ്. 5-ാം വാക്യത്തിൽ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. യെരുശലേമിന്റെ നടുവിൽ മഹത്വമായിരിക്കും, സഭയുടെ നടുവിൽ മഹത്വമായിരിക്കും ഈ യഹോവയായ ദൈവം. അതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, ഈ സഭയിൽ നമുക്ക് അനേക ശുശ്രൂഷകന്മാരുണ്ട്. എന്നാൽ മൂപ്പന്മാരോ ഉപദേശികളോ അല്ലെങ്കിൽ സഭാവിശ്വാസികളോ അവരൊന്നുമല്ല പ്രാധാന്യമുള്ള വിഷയം. സഭയില് അതിന്റെ നടുവില് മഹത്വമായിരിക്കുന്നത് ഈ കർത്താവ് മാത്രമാണ്, ഈ യഹോവ മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതിന്റെ നടുവിൽ ഇറ്റ്സ് ഓൺലി ക്രൈസ്റ്റ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, അത് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതന്റെ തേജസ്സായി കണ്ടു. അപ്പോ ദൈവത്തിന്റെ തേജസ് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ സഭ എന്ന് പറയുന്നത്. യെരുശലേമിന്റെ നടുവിൽ യഹോവ പാർക്കും, അവന്റെ മഹിമ പാർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിൽ മറ്റൊരു വിഷയത്തിനും പ്രാധാന്യമില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രം, യാഹുവേ മാത്രം,
ദൈവം മാത്രം. ഈ രണ്ട് കാര്യങ്ങളാണ് തൂണുകളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു സഭയുണ്ടെങ്കിൽ, യെരുശലേം ഉണ്ടെങ്കിൽ, അവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. വാൾ ഓഫ് ഫയർ, തീമതിൽ ഉണ്ടായിരിക്കും. അതിന് മാനുഷികമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ ആവശ്യമില്ല. ഈ ആത്മീക തീ കത്തിക്കൊണ്ടിരുന്നാൽ, ദൈവത്തിന്റെ മതിലുണ്ടെങ്കിൽ മറ്റൊരു ദോഷവും സഭയിലേക്ക് പ്രവേശിക്കുകയില്ല, അവിടെ നിലനിൽക്കുകയില്ല. രണ്ടാമത്, ഗ്ലോറി ഇൻ ദ മിഡ്സ്റ്റ്, അവിടെ മധ്യത്തിൽ ദൈവത്തിന്റെ മഹിമ, തേജസ് നമുക്ക് കാണുവാൻ സാധിക്കും. 6-ാം വാക്യം മുതൽ താഴോട്ട് നാം വായിക്കുമ്പോൾ അവിടെ ബാബിലോണിന്റെ വിഷയം നാം കാണുന്നു. അതിൽ നിന്ന് വേർപെട്ട് നിൽക്കണം. അവിടെ ആ വാക്യം ശ്രദ്ധേയമാണ്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഫ്ലീ ഫ്രം ബാബിലോൺ. അവിടെ ആ വാക്യം ഇങ്ങനെയാണ്: ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടി പോക. ആ ഒരു വാക്ക് ശ്രദ്ധിക്കുക. അത് സാധാരണ രീതിയിൽ പോകാനല്ല പറയുന്നത്, അവിടുന്ന് ചാടി രക്ഷപ്പെടാനുള്ള ഒരു സ്വരമാണ്. എസ്കേപ്പിംഗ് ഫ്രം ബാബിലോൺ, യെരുശലേമിന്റെ അല്ലെങ്കിൽ സിയോൻ പുത്രിമാരോട് പറയുകയാണ്. നമ്മോടുള്ള ബന്ധത്തിൽ നാം അതിനെ എപ്പോഴും റിലേറ്റ് ചെയ്ത് ചിന്തിക്കണം. അവിടെ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിലും ഇതേ ഒരു വിഷയം നാം കാണുന്നു. അവിടെ നിന്നും വിട്ടുപോരുവാൻ വേണ്ടി, ബാബിലോനെ വിട്ടുപോരുവാൻ 18-ാം അധ്യായത്തിൽ അതിന്റെ പരാമർശവും നാം കാണുന്നുണ്ട്. കം ഔട്ട് ഓഫ് ഹെർ മൈ പീപ്പിൾ, അതിൽ നിന്ന് വിട്ട് വേർപെട്ട് നിങ്ങൾ അതിൽ നിന്ന് തന്നെത്താൻ വിടുവിച്ച് പുറത്തേക്ക് വരുവാനുള്ള ആഹ്വാനമാണ്. ഫ്ലീ ഫ്രം ബാബിലോൺ. അതാണ് നാം 7-ാം വാക്യത്തിൽ കാണുന്നത്. 6ഉം 7ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ 2-ാമത്തെ ഭാഗം 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൺമണിയെ അല്ലെങ്കിൽ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ് ആ ഒരു അനുഭവം. കർത്താവ് അളവ് നൂൽ അല്ലെങ്കിൽ അളവ് ചെയ്ത് അതിനെ നിയന്ത്രിക്കുന്ന ഒരു യെരുശലേം നാം കണ്ടു. കർത്താവ് നിയന്ത്രിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ നാം കാണുന്നത്, നിങ്ങളെ തൊടുന്നവൻ, യെരുശലേമിനെ, ഇസ്രായേലിനെ തൊടുന്നവൻ ആരെയാ തൊടുന്നത്? ദൈവത്തെയാണ് തൊടുന്നത്. ഇന്നും ആ ഒരു യാഥാർത്ഥ്യത്തിന്, ആ ഒരു സത്യത്തിന് യാതൊരു വ്യത്യാസവുമില്ല. ദൈവജനത്തെയും ദൈവസഭയെയും ദൈവത്തിന്റെ സത്യവിശ്വാസികളെയും തൊടുന്ന അനേക കാര്യങ്ങൾ നാം ഇന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ദൈവാത്മാവ്, ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 8-ാം വാക്യത്തിൽ, ദേ ആർ ടച്ചിങ് ആപ്പിൾ ഓഫ് ഹിസ് ഐ, യാഹുവയുടെ, ദൈവത്തിന്റെ കൺമണിയെ, കൃഷ്ണമണിയെയാണ് തൊടുന്നത്. അതൊരു ചെറിയ കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ തൊടുന്നവരുടെ ഒരു ഫലം വളരെ ദുരിതമായിരിക്കും, നാശമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബിലീവേഴ്സ് ആർ പ്രേഷ്യസ് ആൻഡ് അണ്ടർ ഡിവൈൻ ഡിഫൻസ്. കർത്താവ് അളന്ന് യെരുശലേമിനെ നിൽക്കുമ്പോൾ, അവിടെ ഒരു തീമതിലായിട്ട് നിൽക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ തേജസ് വാഴുമ്പോൾ, അതിൽ തൊടാൻ വരുന്ന ആരും, ഇസ്രായേലിനെ തൊടാൻ വരുന്ന എല്ലാവരുടെയും അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേ രീതിയിലാണ് നാം ആത്മീകമായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവസഭ, ദൈവജനം, ദൈവത്തിൻ്റെ സത്യവിശ്വാസികളെ തൊടുന്ന അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുന്ന, ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ജനമുണ്ടെങ്കിൽ അവരെ ആരെയാണ് തൊടുന്നത്? യാഹുവേ ആയിരിക്കുന്ന, യഹോവേ ആയിരിക്കുന്ന ദൈവത്തെയാണ് തൊടുന്നത്. സക്കറിയാവിന്റെ അർത്ഥം നാം ചിന്തിച്ചു, മനസ്സിൽ വെക്കുക. യാഹുവേ റിമെമ്പേഴ്സ്, ദൈവം ഇതെല്ലാം ഓർക്കുന്നു, ദൈവം ഇതെല്ലാം കണ്ട് മുമ്പോട്ട് പോവുകയാണ്. ആ വിഷയം നാം മനസ്സിലാക്കണം. ഈ പുതിയ നിയമത്തിൽ നാം കാണും, ശൗല് ഈ വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ സംഭവിച്ചത്, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 4-ാം വാക്യം. ആ വാക്യങ്ങൾ എടുത്തു വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നാം അത് വായിക്കുന്നില്ല. അവിടെ ആ ഒരു കണ്ടുമുട്ടൽ നാം മനസ്സിലാക്കുന്നു. ആ ശൗലിനെ കർത്താവ് കണ്ടപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? നീ ആരെയാ ദ്രോഹിക്കുന്നത്? നീ എന്നെയാണ് ദ്രോഹിക്കുന്നത്. യു ആർ നോട്ട് പെർസിക്യൂട്ടിങ് ക്രിസ്ത്യൻസ്. നീ ക്രിസ്ത്യാനികളെ അല്ല ദ്രോഹിക്കുന്നത്. നീ ദ്രോഹിക്കുന്നത് ആരെയാണ്? നീ ദ്രോഹിക്കുന്നത് യാഹ്വയായ ദൈവത്തെയാണ്. ആ ഒരു കാര്യം ആണ് ഇവിടെ വീണ്ടും വെളിപ്പെടുത്തുന്നത്. താഴോട്ട് നാം വായിക്കുമ്പോൾ പിന്നെ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നവരുടെ അന്ത്യം, there would be oppressors would be oppressed in the future. അവരുടെ അന്ത്യം കൂടുതൽ നാശത്തിലേക്ക് പോകും. ആ വിഷയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ആ ന്യായ പ്രമാണത്തിന്റെ അനുസരണമല്ല, മറിച്ച് നാം കൃപയുടെ ആധിക്യത്തിലായതുകൊണ്ട് കർത്താവ് ആ രീതിയിൽ നമ്മളെ നടത്തുന്നു. ആ വാക്യങ്ങൾ ഒക്കെ നമുക്ക് പിന്നീട് എടുത്ത് വായിക്കാവുന്നതാണ്. താഴോട്ടുള്ള വാക്യങ്ങൾ 10-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ ദൈവത്തിന്റെ റെസ്റ്റോറേഷൻ, റിസൾട്ട്സ് ഓഫ് ഗോഡ്സ് റെസ്റ്റോറേഷൻ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ മടക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, ഫലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ 10-ാം വാക്യം ഒന്ന് വായിക്കുക. 10-ാം വാക്യം എന്താ സംഭവിക്കുന്നത്?
ആ, ദൈവനാമത്തിന് മഹത്വം. അപ്പോൾ ദൈവം മടക്കി കൊണ്ടുവരുമ്പോൾ, പുനഃസ്ഥാപനം നടക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഘോഷിച്ച് ഉല്ലസിക്കുക, സന്തോഷിക്കുക. സിയോൻ പുത്രിക്ക്, യെരുശലേമിന്, ഇസ്രായേലിന് ഇതാണ് സംഭവിക്കുന്നത്. പുനഃസ്ഥാപനം സംഭവിക്കുമ്പോൾ, ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ദൈവം അവരെ സംരക്ഷിച്ച് നടത്തുമ്പോൾ ഈ ഒരു സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. സഭയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ, ദൈവജനവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ, ദൈവം നമ്മെ സംരക്ഷിച്ച് മടക്കി കൊണ്ടുവരുമ്പോൾ, അവിടെ ഒരു ജയമുണ്ടാകുമ്പോൾ, ഈ ലോകത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് നമുക്ക് ജയമുണ്ടാകുമ്പോൾ ആനന്ദഘോഷവും സന്തോഷവുമാണ് നമുക്കുണ്ടാവുന്നത്. ഇത് ഒരു കാരിസ്മാറ്റിക് സന്തോഷമല്ല. ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ഉത്തേജനം വന്ന് നമുക്ക് പ്രചോദനം എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ച ഒരു സന്തോഷമല്ല, മറിച്ച് ദൈവികമായിട്ടുള്ള, ഹൃദയംഗമായിട്ടുള്ള സന്തോഷമാണ് ഉണ്ടാകുന്നത്. യെരുശലേമിന് അത്തരത്തിലുള്ള സന്തോഷിക്കുവാനാണ് ഇവിടെ അരുളപ്പാട് വന്നിരിക്കുന്നത്. സിംഗ് ഫോർ ജോയ് ഓൺലി ആഫ്റ്റർ ഗോഡ് ഹാസ് ഡിഫീറ്റഡ് യുവർ എനിമീസ്. കർത്താവ് നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചു കഴിയുമ്പോൾ ഈ ഒരു സന്തോഷമാണ് നമുക്ക് ഹൃദയത്തിൽ ഉണ്ടാവുന്നത്. അതാണ് ആദ്യമായിട്ട് നമുക്ക് ഈ റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ മടങ്ങിവരവ് അല്ലെങ്കിൽ പുനഃസ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 11-ാം വാക്യത്തിൽ നാം മറ്റൊരു വിഷയം കാണുന്നു. അവിടെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. അപ്പോൾ അവിടെ ഒരു വിശാലത സംഭവിക്കുകയാണ്. ദേ ആർ ജോയിനിങ് ടു ജെറുസലേം. യെരുശലേമിനോട് ചേർന്ന് പല ജാതികളും ചേർന്ന് ഒരു ജനമായി തീരും. ആത്മീകമായിട്ട് ചിന്തിക്കുക. ദൈവത്തെ അറിയാത്തവർ, ദൈവവചനം കേൾക്കാത്തവർ, ദൈവം ആരാന്ന് അറിയാത്ത അനേക ജനം, ജാതികൾ ആ രീതിയിൽ സഭയിലേക്ക് ചേർന്ന് അവർ ദൈവത്തിന്റെ ജനമായി തീരും. ആരോടാണ് ചേരുന്നത്? യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. അത് മറ്റൊന്നിനോടും അല്ല അവർ ചേരുന്നത്. ദേ ആർ ജോയിനിങ് ടു ഗോഡ് ഹിംസെൽഫ്. ക്രിസ്തുവിനോട് ചേർന്ന്, ക്രിസ്തു എന്ന തലയോട് ചേർന്നിട്ടാണ് അവർ ജനമായി തീരുന്നത്. ആ ഒരു സത്യമാണ് ഇന്ന് വിശ്വാസികളുടെ ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഓൾ ബിലീവേഴ്സ് ആർ യുണൈറ്റഡ് നോട്ട് ബൈ ലാംഗ്വേജ് ഓർ റേസ്. നമ്മുടെ ഏതെങ്കിലും ഭാഷയോ നമ്മുടെ ഏതെങ്കിലും സംസ്കാരമോ അതല്ല നമ്മളെ ഒന്നിച്ചാക്കുന്നത്, മറിച്ച് ക്രിസ്തുവിൽ, ക്രിസ്തു എന്ന തലയിലാണ് നാം ഒന്നിച്ചായി തീരുന്നത്. ഈ ഹോളി ലാൻഡ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, അത് ഈ ആത്മീക അർത്ഥത്തിൽ നാം സഭയുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ദ ഹോളി ലാൻഡ് ഈക്വൽ ടു ദിസ് ചർച്ച്. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനം എന്ന് പറയുമ്പോൾ നമ്മയും ദൈവം തെരഞ്ഞെടുത്ത ഒരു അവസ്ഥയിലാണ്. കർത്താവ് ഈ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ, ലോകത്തിന്റെ ഫൗണ്ടേഷന് മുമ്പ് തന്നെ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവസഭ, ദൈവജനം. ആ രീതിയിലും നമുക്കതിനെ ചിന്തിക്കാവുന്ന വിഷയമാണ്. ലോർഡ് വിൽ possess Judah as his portion in the Holy Land. 12-ാം വാക്യത്തിൽ നാം അതാ വായിക്കുന്നത്. ലോർഡ് വിൽ possess Judah as his portion in the Holy Land. കർത്താവ് അവിടെ പറയുന്നു, യഹോവ വിശുദ്ധ ദേശത്ത് യഹൂദയെ തന്റെ ഓഹരിയായിട്ട് കൈവശമാക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിന്റെ ഓഹരിയായിട്ട് യഹൂദയെ കൈവശമാക്കുന്നത് പോലെ നമ്മളും കർത്താവിന്റെ ഒരു ഓഹരിയായിട്ട് കർത്താവ് നമ്മെ കൈവശമാക്കുന്ന ഒരു സത്യവും നമുക്ക് ഉൾക്കൊള്ളാവുന്ന വിഷയമാണ്. കർത്താവിന്റെ സഭയും കർത്താവ് ആ രീതിയിലാണ് കാണുന്നത്. അവസാനമായിട്ട് അതിന്റെ 13-ാം വാക്യത്തിൽ ഒരു വലിയ ഒരു എക്സോർട്ടേഷൻ, പ്രബോധനമാണ് കർത്താവ് നൽകുന്നത്. ബി സൈലന്റ് all flesh before the Lord, for he is aroused from his holy habitation. കർത്താവിന് മുൻപാകെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ തേജസ് നാം മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് ചെയ്യുവാനുള്ളത് മൗനമായി ഇരിക്കുക, മിണ്ടാതെ ഇരിക്കുക എന്നുള്ളതാണ്. നാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 46-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലും ഇതേ കാര്യമാണ് വായിക്കുന്നത്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ഇവിടെ പറയുന്നത്, ദൈവാത്മാവ് പറയുന്നത്, അരുളപ്പാട് ഇതാണ്: നിങ്ങൾ സകല ജാതികളും ജനങ്ങളും നിങ്ങൾ മിണ്ടാതിരുന്ന് യഹോവയുടെ മുൻപിൽ നിങ്ങൾ മിണ്ടാതിരിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം തേജസ് വാഴുന്നത് ഈ ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവമാണ് തീയായിട്ട് ചുറ്റുമുള്ളത്. പലപ്പോഴും ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങൾ അവര് സ്വയമേ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മോടുള്ള പ്രബോധനവും ഈ 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവ് അളക്കുന്ന ഒരു ദൈവമാണ്. ഗോഡ് ഈസ് മെഷറിംഗ് ജെറുസലേം. കർത്താവ് യെരുശലേമിനെ അളന്നതുപോലെ സഭയും ദൈവവിശ്വാസികളെയും നമ്മുടെയൊക്കെ
ഒക്കെയും വ്യക്തി ജീവിതങ്ങളും നമ്മുടെ കുടുംബ ജീവിതങ്ങളും നമ്മുടെ സഭാ പരിപാലനം ഒക്കെയും കർത്താവ് അളന്നുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിന്റെ കയ്യിലാണ് ആ അളവ് നൂല് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വാൾ ഓഫ് ഫയർ നമ്മുടെ സഭയിൽ ഇന്ന് കത്തുന്നുണ്ടോ? ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ ഡു വി ഹാവ് ദിസ് വാൾ ഓഫ് ഫയർ? ഇന്ന് മനുഷ്യർ നമ്മുടെ സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കണ്ട് അതിന്റെ ഒരു ഭയം, അതിന്റെ ഒരു റെവറൻസ്, അതിന്റെ ഒരു ആദരവ് അവർക്ക് തോന്നുന്നുണ്ടോ? സഭയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളൊരു ദൈവീക ഭയം അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ മാനുഷികമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ ആ ഒരു തീ കത്തുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ തേജസ് നമ്മുടെ മധ്യേ ഇല്ലെങ്കിൽ, നാം വരുമ്പോൾ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ തേജസ് ഇല്ലെങ്കിൽ അവിടെ ഒരിക്കലും ഒരു വിജയം ഉണ്ടാവത്തില്ല. മറിച്ച് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സഭയിലും ആ ഒരു വിജയം ഉണ്ടാവും. യെരൂശലേമിന്റെ ഉള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർക്ക് അങ്ങനെ വിജയം കരസ്ഥമാക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കുന്നു. അവരുടെ മതിലുകളല്ല അവരെ സൂക്ഷിച്ചു വെക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ചെറിയൊരു രാജ്യം, ചെറിയൊരു ദേശം, ചെറിയൊരു ജനം, അവർക്ക് പരിമിതികളുണ്ട് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ. എന്നാൽ അവർക്ക് വിജയകരമായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുന്നത് ഈ തീമതിൽ അതിന്റെ ചുറ്റുമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം അതിന് ചുറ്റുമുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം അവരോട് കൂടെ ഉണ്ട്. അതേ രീതിയിൽ ദൈവജനമായിരിക്കുന്ന നാം, ക്രിസ്ത്യാനികളായിരിക്കുന്ന, ക്രിസ്തു വിശ്വാസികളായിരിക്കുന്ന നാം, അങ്ങനെയുള്ളവർക്ക് ദൈവം തീമതിലായിട്ടുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലുമുണ്ട്, നമ്മുടെ സഭയ്ക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ നിലനിർത്താൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൽ പ്രവേശിച്ചിട്ട് ആ തീയിലൂടെ വേണം മറ്റ് എല്ലാവർക്കും പ്രവേശിക്കാൻ. ആ തീയുടെ ചൂട് അവർക്ക് ഏൽക്കുക തന്നെ ചെയ്യും. അവിടെ ഒരു വ്യാജത്തിന് സാധ്യതയില്ല. വ്യാജമായിട്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സത്യമായിട്ടുള്ള ഒരു സഭയിൽ നിലനിൽക്കുവാൻ സാധ്യമല്ല. അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ വിചിന്തനം ചെയ്യേണ്ടത് സഭയിൽ ഈ തീ കത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ആ തീ കത്തുന്നില്ലെങ്കിൽ നാം അത് കത്തിക്കുവാനുള്ള കാര്യങ്ങളാണ് ശ്രമിക്കേണ്ടത്. ദൈവത്തിന്റെ തീ, വാൾ ഓഫ് ഫയർ. രണ്ടാമത്, ദൈവത്തിന്റെ തേജസ്. ആർക്കാണ് നാം തേജസ് കൊടുക്കുന്നത്? സഭയിൽ ആർക്കാണ് നാം ആദ്യ സ്ഥാനം കൊടുക്കുന്നത്? അവിടെ ക്രിസ്തു, യാഹ്വേ ആയിരിക്കണം ഏറ്റവും വലിയ തേജസ് ആയിട്ട് അവിടെ നിലനിൽക്കാൻ വേണ്ടി. ഇൻ ദ മിഡ്സ്റ്റ്, നടുവിൽ, യെരൂശലേമിന്റെ നടുവിൽ യഹോവ ഉള്ളതുപോലെ സഭയുടെ നടുവിൽ ദൈവത്തിന്റെ തേജസ് വാഴണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ പ്രവചനങ്ങൾ നാം വായിക്കുമ്പോൾ യെരൂശലേമും ഇസ്രായേലും അവരുടെ അക്ഷരികമായിട്ടുള്ള ജീവിതം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ സാധിച്ചാൽ അതായിരിക്കും തീർച്ചയായിട്ടും ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ വ്യക്തിപരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് പഠിക്കാവുന്നതാണ്. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തകൾ വരുന്ന വിഷയങ്ങളാണ് പങ്കുവെക്കുന്നത്. വ്യക്തിപരമായിട്ട് ഇത് നാം സ്വയമേ ഇരുന്ന് ഈ വാക്യങ്ങൾ വായിച്ച് മറ്റ് വാക്യങ്ങൾ ചേർത്ത് നാം വായിക്കുമ്പോൾ ചില ആശയങ്ങൾ, ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരിക തന്നെ ചെയ്യും. എന്നാൽ അടിസ്ഥാനപരമായിട്ട് സെക്കറിയാവിന്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. യാഹ്വേ റിമെമ്പേഴ്സ്, ഗോഡ് റിമെമ്പേഴ്സ് us. ദൈവം നമ്മെ ഓർക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മെ ഓർത്തില്ലായിരുന്നെങ്കിൽ, ദൈവം നമ്മെ ഇന്നും മറന്നുപോയാൽ നമ്മുടെ കാര്യത്തിൽ യാതൊരു ഒരു നന്മ നമുക്ക് ഉണ്ടാകത്തില്ല. കർത്താവ് നമ്മെ ഓരോ നിമിഷവും ഓർത്തുകൊണ്ട്, നമ്മെ ക്ഷമിച്ചുകൊണ്ട്, നമുക്ക് അവസരം തന്നുകൊണ്ട്, സഭയെ ഓർത്തുകൊണ്ട് കർത്താവ് ഒരു അളവ് നൂല് എടുത്ത് അളന്ന് സംരക്ഷണം നൽകി നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് ഒരു തീമതിലായിട്ട്, നമ്മുടെ മധ്യേ ദൈവത്തിന്റെ തേജസ്സായിട്ട്, നമ്മുടെ മധ്യേ ആഗതനായിട്ട് കർത്താവ് എപ്പോഴും ഉണ്ട്. അതാണ് നമ്മുടെ നിലനിൽപ്പ്. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം. അതാണ് നമുക്ക് സന്തോഷവും ആഘോഷവുമായി മാറുന്നത്. അതൊരിക്കലും വിസ്മരിക്കാതെ ആ രീതിയിൽ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവത്തിന്റെ സ്വന്തം ആ രീതി ജനമായി തീർന്നു എന്നൊരു ബോധ്യത്തോടും, ഇസ്രായേൽ ജനം കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം സ്വന്തം ജനമാണ്. ഇന്ന് നാമും ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് തീർന്നിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു സാമ്യം നാമും ഇസ്രായേലും തമ്മിൽ ഉണ്ട്. ആ രീതിയിൽ ചിന്തിച്ചാൽ ദൈവമാണ് ഇന്ന് നമ്മെ സംരക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത് നടത്തുന്നത്. ആ ഒരു പ്രൊട്ടക്ഷൻ നാം അനുഭവിക്കുമ്പോൾ നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവത്തെ ആരാധിക്കുവാനും ഇത് പ്രേരകമാണ്. ആ രീതിയിൽ വ്യക്തിപരമായിട്ടും സഭയായിട്ടും കർത്താവിനെ ആരാധിച്ച് കർത്താവ് നമ്മെ അളന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു എന്നൊരു ബോധ്യത്തോടെ, ഓർക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നമുക്കും തിരിച്ച് ഈ കർത്താവിനെ ഓർത്ത് നമ്മുടെ ജീവിതം ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നു.